Hello friends, welcome to the channel. എല്ലാവർക്കും ഗുഡ് ഹാപ്പൻസ് ചെയ്യുന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു യെല്ലോ നോർമൽ റിയൽമിയുടെ ബോക്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാനായിട്ട് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ അവരുടെ പടം കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിൽ മാത്രമേ അവൈലബിൾ ഉണ്ടോ. അതുപോലെ റിയൽമി സെൽഫി ട്രൈപോഡെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ സെൽഫി സ്റ്റിക്കും ട്രൈപോഡും കൂടിയിട്ടുള്ളതാണിത്. ഇപ്പോൾ സൈഡിലായിട്ട് റിയൽമിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് സ്പെക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. ബ്ലൂടൂത്ത് 5.5 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെപ്പറേറ്റ് ബ്ലൂടൂത്ത് റിമോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള 10 മീറ്റർ പറ്റും. അതുപോലെ സ്റ്റേബിൾ അപ്രൈറ്റ് ട്രൈപോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡ്ജസ്റ്റബിൾ ലെങ്ത് 60 സെൻറ്റിമീറ്റർ ആണ്. 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ഹോൾഡേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ അലുമിനിയം അലോയ് എന്ന് പറയുന്നത്, പക്ഷേ ഫുൾ അലുമിനിയം അലോയ് അല്ല കേട്ടോ. പിന്നെ അൾട്രാ ലൈറ്റ് വെയിറ്റ് ആണ്. 160 ഗ്രാം ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ MRP കൊടുത്തിരിക്കുന്നത് 299 ആണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1199 ആണ്. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ചെയ്യാണ്ട് തന്നെ അത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് സീൽ എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ തുറക്കാം. ഇതിനുള്ളിൽ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ട്രൈപോഡും വേറെ വല്ല യൂസർ മാനിലോ എന്താവാൻ സാധ്യതയുള്ളൂ. എന്താ വേറെ ഒന്നുമില്ല, ബോക്സ് കാലിയാണ്. അപ്പോൾ ഈ ഒരു പാക്കേജ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രൈപോഡും ഉണ്ട്. റിമോട്ട് ആകുമ്പോൾ ഓൾറെഡി ഫിക്സഡ് ആണ്. പിന്നെ ഇതൊരു യൂസർ മാനുവലും ഉണ്ട്. ഇത് റിയൽമി സെൽഫി ട്രൈപോഡ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇപ്പോൾ ഇതാണ് സംഭവം, ബ്ലാക്ക് കളറാണ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഇതാണ് റിമോട്ട്. നമുക്കിത് ഡിറ്റാച്ചബിൾ ആണ് കേട്ടോ. ഇതാണ് റിമോട്ട്. ബാറ്ററിയിൽ ബാക്ക് സൈഡ് ഓൾറെഡി ഉണ്ട് നമ്മുടെ നോർമൽ പെൻസിൽ ബാറ്ററി. പെൻസിലല്ല, സോറി, നമ്മുടെ ചെറിയ സംഭവം, എൻ്റെ പേരെന്താ, വാച്ചിലല്ല, നമ്മുടെ റിമോട്ടിലൊക്കെ ഇടുന്ന ബാറ്ററിയാണ്. നമ്മുടെ ഈ കാർ റിമോട്ടിലൊക്കെ ഇടുന്ന ബാറ്ററി. ഈ സെല്ലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. എന്തായാലും ഒരു 1 year 6 month ലൈഫ് കിട്ടും യൂസ് അനുസരിച്ചിട്ട്. പിന്നെ ഇവിടെയൊക്കെ അലോയ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഫുൾ പ്ലാസ്റ്റിക്, പക്ഷേ ഫുൾ അലോയ് അല്ല, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ നല്ലൊരു ഹാർഡ് പ്ലാസ്റ്റിക്, നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ 360 ഡിഗ്രി റൊട്ടേഷൻ അവൈലബിൾ ഉള്ളത് തന്നെയാണ്. നല്ലൊരു ടാക്ടൈൽ ഫീഡ്ബാക്കും ഉണ്ട്. ബിൽഡ് ക്വാളിറ്റി ഇവിടെ റബ്ബറാണ്. ഇത് നമുക്കൊരു ഗ്രിപ്പിന് വേണ്ടി വെച്ചേക്കുന്നതാണെന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രൈപോഡ് ആക്കാനുള്ളത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ അങ്ങനെ പൊന്തിക്കൽ മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിറ്റിങ്, നമ്മൾ നെറ്റ് വെച്ചിട്ടുള്ള ഫിറ്റിംഗ് ഉണ്ടല്ലോ, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കാനുള്ളതാണ്. പക്ഷേ ഇതൊരു, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വെച്ചാൽ ഇപ്പോൾ ഒരു നല്ലൊരു വെയിറ്റുള്ള ഫോൺ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ കുറച്ച് സ്ലാൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മറിയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ അത് അത്ര ഫിറ്റായിട്ടിരിക്കുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂവിൽ വരും കേട്ടോ. പക്ഷേ സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയാണ്. ഞാനൊരു ഫോൺ വെച്ച് കാണിച്ചു തരാം. ഞാനെൻ്റെ ഒരു ഫോൺ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, നല്ല ഒരു വീഴാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ലൊരു റബ്ബർ പാഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. ആവശ്യമൊന്നുമില്ല. നല്ല ടാക്ടൈൽ ഫീഡ്ബാക്ക് തന്നെയാണ്. അതുപോലെ ഇത് എവിടേക്ക് വേണമെങ്കിൽ മടക്കാം. അത് നിങ്ങൾക്ക് ഇതായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത്, നമുക്ക് ഇതിൻ്റെ റിമോട്ട് ഒന്ന് പെയർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ബ്ലൂടൂത്ത് ഓണാക്കി വയ്ക്കാം. അവിടെ പോയി ബ്ലൂടൂത്തിനെ കാണാമല്ലോ. ബ്ലൂടൂത്ത് ഓണാക്കി നമുക്കിതിന് പെയറിംഗ് മോഡിലിടണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചാൽ മതിയിട്ടാണ്. അപ്പോൾ അതിൽ ലൈറ്റ് കത്തും. എന്നിട്ട് ഇത് പെയറിംഗ് മോഡിലേക്ക് പോകുന്നത് നമുക്കിവിടെ കാണാം. ഒരു ഈ പച്ച ലൈറ്റ് കത്തുന്നത് കാണാം. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അത് RM സെൽഫി ട്രൈപോഡ് എന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയറിംഗ് കൊടുത്തു. പെയറിംഗ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, പെയറായി കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ക്യാമറ ആപ്പിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൽ അമർത്താൻ പോകുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും വെച്ചിട്ടില്ല, കൈ അമർത്തി ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിത് വീഡിയോയിലുമായിട്ടാണെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വീഡിയോ മോഡിലിട്ടു. നമുക്ക് പക്ഷേ സൂം ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ഓണാക്കാൻ പോവാണ്. പ്രസ് ചെയ്തു. വീഡിയോ ഓണായി. റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. വേണമെങ്കിൽ ക്ലോസ് ചെയ്തുകൊണ്ട്, പക്ഷേ വേറെ ഒന്നും പറ്റില്ല. അതുപോലെ ഫോട്ടോ നമുക്ക് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത് വെച്ചു. അപ്പോൾ ഞാൻ അമർത്താൻ പോവാണ്. അമർത്തി ഫോട്ടോ എടുത്ത് ഫോക്കസിങ് പോയിൻ്റ് ആയിരുന്നു. നമുക്ക് ഒന്നുകൂടി എടുക്കാം. എത്ര വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. നല്ല സ്പീഡ്. നമുക്ക് കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിച്ചാൽ ഫോണിൻ്റെ സ്പീഡ് പോലെ നമുക്ക് ഫോട്ടോ കിട്ടുന്നത്, അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ആവശ്യമൊന്നുമില്ല. നല്ല ഒരു കണക്ടിവിറ്റി സാധനം തന്നെയാണ്. എന്ന് വെച്ചാലും എന്തായാലും നല്ലൊരു ബ്രാൻഡിൻ്റെ ആണല്ലോ. അപ്പോൾ എന്തായാലും ലോക്കൽ ചീപ്പ് വാങ്ങിയാലും നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റും. അത് നിങ്ങൾക്ക് സംശയമായി വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ വേറെ ഫങ്ഷൻസൊന്നും ചെയ്യാൻ പറ്റില്ല.
വീഡിയോ എടുക്കാനും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ നമ്മുടെ ക്യാമറയിൽ പിക്ക് എടുക്കാനൊക്കെ പറ്റും, ഇഷ്ടംപോലെ പിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആംഗിൾ ചേഞ്ച് ചെയ്യാനും അതുപോലെ ക്യാമറയുടെ ഫ്രണ്ട് സെൽഫിയും ക്യാമറ രണ്ടും ഫ്രണ്ടും ബാക്കും മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ശരിക്കും വീഡിയോ ഉപയോഗിക്കാനൊക്കെ നമുക്ക് യൂട്യൂബിൽ എടുക്കാനോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കോൺഫറൻസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ നല്ലത് തന്നെയാണ്. ഒരു റിമോട്ട് കൺട്രോൾ പോലെ ഉപയോഗിക്കാൻ നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ ഇടാം. അതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക്, നമ്മുടെ ആമസോണിൻ്റെ ലിങ്ക് ഇടാം, അതുപോലെ ഇവരുടെ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ്. അപ്പോൾ രണ്ടും എല്ലാം വന്നും ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മീനായിട്ടും നല്ലത് എനിക്ക് ഇതാണെന്ന് തോന്നുന്നു. വെച്ചാൽ മീനായിട്ട് ഇതിനായിട്ട് കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷേ സെയിം സംഭവമാണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈപോഡിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത്ര ടൈറ്റായിട്ട് ഇരിക്കുന്നില്ല. ഈ വെയിറ്റുള്ള ഫോൺ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ എന്തായാലും ഇപ്പോൾ ബാക്കിയുള്ളതിനും തന്നെയാണ് ഇഷ്യൂ വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നു മീനായിട്ട് നല്ലതൊരു റിയൽമിയുടെ തന്നെയാണ് നല്ലതെന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.